മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 2 മാസത്തിന് മുമ്പ് കപ്പ ചാക്കിൽ നട്ടിരുന്നു. അപ്പം അതിന് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ വളം ചെയ്യുന്നുണ്ട്. കൃത്യമായ ഇടവേള എന്ന് പറയുമ്പോൾ മാസത്തിൽ 2 തവണ വീതമാണ് നമ്മൾ വളങ്ങൾ ചെയ്യുന്നത്. അതുകൂടാതെ കപ്പലിൻ്റെ പിണ്ണാക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച്, അതായത് വെള്ളത്തിൽ കുതിർത്ത് എന്ന് പറയുമ്പോൾ 7 മുതൽ 15 ദിവസം വരെ നമ്മളത് വെള്ളത്തിലിട്ടിരുന്ന് അത് വെള്ളവുമായിട്ട് യോജിപ്പിച്ച് അതിൽ നിന്നും കുറച്ച് കോരിയെടുത്ത് അതിൻ്റെ 5 മുതൽ 10 ഇരട്ടി വരെ വെള്ളം നമ്മൾ ചേർത്ത് വീണ്ടും അത് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് 2 മാസം പ്രായമായ കപ്പയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഈ കപ്പ 3 രീതിയിലാണ് നമ്മൾ ഈ ചാക്കിൽ നട്ടിട്ടുള്ളത്. അതിലെ ഒന്നാമത്തെ രീതി ഇത് എന്ന് പറയുമ്പോൾ നീളത്തിൽ ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ കമ്പ് മുറിച്ച് ഇതിൻ്റെ ഒരു ഭാഗത്തെ തൊലി നീക്കം ചെയ്തതിന് ശേഷം നട്ടതാണ്. അങ്ങനെയാണ് ഈ കപ്പ ഇങ്ങനെ 2 കമ്പുകളായിട്ട് വളർന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കമ്പ് മുറിച്ചെടുത്തതിന് ശേഷം മോതിരവളയം, അതായത് 2 മുട്ടിന് മുകളിൽ ഒരു ഇത്രയും സ്ഥലത്തെ തൊലി എടുത്തതിന് ശേഷം ഇറക്കി വെച്ച മോതിരവളയം വിട്ട കമ്പാണ്. അതാണ് ഇവിടെ 4 കിളിർപ്പുണ്ട്. അത് അടിയിൽ 2 കിളിർപ്പ്, മുകളിൽ 2 കിളിർപ്പ്, അങ്ങനെ 4 കിളിർപ്പാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ കപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കപ്പ ഇടുന്നതിൻ്റെ കൂട്ട് നമ്മൾ കപ്പത്തണ്ട് മുറിച്ച് 2 കണ്ണ് ചാക്ക് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ നട്ടുപിടിപ്പിച്ച കൃഷിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ വളം ഇടുക എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ വളം ഇട്ട് കൊടുക്കണം. കാരണം ചാക്കിലെന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് നമ്മുടെ വീട്ടിലെ കപ്പ വേണം. കപ്പ നമ്മളെ പോഷകസമ്പുഷ്ടമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. കപ്പ യാതൊരു ദോഷങ്ങളും ശരീരത്തിൽ ഉണ്ടാക്കത്തില്ല. കാരണം അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകളുണ്ട്. കപ്പ കഴിക്കരുത്, പല വിധത്തിലുള്ള അസുഖങ്ങൾ പിടിക്കും, പ്രത്യേകിച്ചും പ്രമേഹം, അതായത് ഷുഗറിൻ്റെ അസുഖത്തിന് കാരണമാവും, ഷുഗറുള്ള ഒരു കപ്പ കഴിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അധ്വാനിക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്ക് ജോലിയുള്ള ആരോഗ്യം തരുന്ന, ജോലിയുള്ള ആ ഒരു ഊർജം തരുന്ന ഒരു ഭക്ഷ്യവിളയാണ് ഈ കപ്പ എന്ന് പറയുന്നത്. കപ്പയോടൊപ്പം അല്പം മീനോ അല്പം ഇറച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വാദ് ഒരിക്കലും നമ്മുടെ നാക്കിൽ നിന്നും പോകത്തില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും കപ്പ കഴിക്കുമ്പോൾ ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല. കപ്പ കഴിക്കുന്നുണ്ടെങ്കിൽ കപ്പയും മീൻ കറിയും, അല്ലെങ്കിൽ കപ്പ ഇറച്ചിക്കറിയും, അല്ലെങ്കിൽ കപ്പയോ മോര് കറി എന്തെങ്കിലും കൂട്ടിയിട്ട് മാത്രം നമ്മൾ കപ്പ കഴിക്കുക. പുഴുക്കായിട്ടും വേവിച്ചും ഉപ്പേരിയായിട്ടും ഒക്കെ നമുക്ക് കപ്പ കഴിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഈ കപ്പയുടെ ഇല മൃഗങ്ങളുടെ പ്രധാനമായിട്ടും നമ്മൾ വളർത്തുമൃഗങ്ങളായ പശുവിനും ആടിനും ഒക്കെ നല്ലൊരു ഭക്ഷണം കൂടിയാണ്. അപ്പം ഇന്ന് പലവിധ കാരണങ്ങളാൽ നമ്മൾ കപ്പ കൃഷി മടിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ സ്ഥലപരിമിതി, മറ്റൊന്ന് ഈ പന്നികളുടെയൊക്കെ ഉപദ്രവം, കാട്ടുപന്നികളുടെയൊക്കെ ശല്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ടൊക്കെ കപ്പ മടിക്കണം. കപ്പയ്ക്കൊക്കെ ഇപ്പം നല്ല മാർക്കറ്റ്, നല്ല വിലയാണ്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ കേരളീയ ഗ്രാമപ്രദേശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാര പദാർത്ഥമായിരുന്നു ഈ കപ്പ. അപ്പോൾ നമുക്കിതിന് വളം ഇടുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഇത്രയ്ക്കെന്ന് വെച്ചാൽ 1 പിടി എല്ലുപൊടിയാണ്. ഇതേപോലെ എല്ലുപൊടി എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള എല്ലുപൊടിയാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. കൂടിയ വിലയുള്ള എല്ലുപൊടിയും കുറഞ്ഞ വിലയുടെ എല്ലുപൊടിയും. അപ്പോൾ ഇത് നിങ്ങൾ ഇത് ആവിയിൽ ആവിയിൽ പുഴുങ്ങിയതിന് ശേഷം പൊടിച്ച എല്ലുപൊടിയാണ്. ഇതിനല്പം വില കൂടുതലാണ്. ഇതാണ് എല്ലാ കൃഷികൾക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ നിന്നും അല്പം വില കുറഞ്ഞുകൊണ്ട് അത് സാധാരണ രീതിയിൽ പൊടിച്ചെടുത്താണ്, അതിന് വില കുറവാണ്. പക്ഷേ ഇത് വേണം നമ്മൾ വാങ്ങിക്കാനും. അതിനുശേഷം ഇതൊറ്റ കൈ എല്ലുപൊടിയാണ് ഞാനിവിടെ വിതറിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചേർത്തെന്ന് വെച്ചാൽ ഇത് ചാരമാണ്. ഈ ചാരം കൃഷികൾക്ക് ഇടണോ വേണ്ടായോ എന്നുള്ള ഒരു, കൃഷികൾക്കെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കപ്പയുടെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ചീനിക്ക്, അതായത് കപ്പയ്ക്ക് വേണോ എന്നുള്ള ഒരു തോന്നൽ പലർക്കുമുണ്ട്. പൊട്ടാഷാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ചാരത്തിനകത്ത് പൊട്ടാഷാണ്. അപ്പോൾ പൊട്ടാഷ് വളങ്ങൾ കായ്ഫലം ഉണ്ടാകുന്നതിന് പോരെ എന്നൊരു ചോദ്യം പലർക്കും ഉണ്ട്. പോരാ, കപ്പയ്ക്ക് നമുക്ക് ധൈര്യമായിട്ട് ഈ ചാരം ഇട്ട് കൊടുക്കാം. കാരണം ഈ കപ്പക്കിഴങ്ങിന് നല്ല സ്വാദ് കിട്ടാനും തൂക്കം കിട്ടാനും ചാരം അത്യാവശ്യമാണ്. എല്ലുപൊടിയും ചാരവും കൂടാതെ നമ്മൾ ഈ ചീനിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലായനി വളമാണ്. അതായത് കടലപ്പിണ്ണാക്ക് കുതിർത്ത ആ ലായനി വളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. കൃത്യമായ ഇടവേളകളിൽ കൃത്യസമയത്ത് നമ്മൾ വളം ചെയ്യുകയാണെങ്കിൽ ഒരു ചാക്കിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ കപ്പ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി ആ രീതിയിൽ വളങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം.
അപ്പം ഇതിൻ്റെ ചുവട് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വളം ഇട്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് വീണ്ടും ഇളക്കാൻ എന്നില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മണ്ണ് കുറച്ച് വളത്തിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ കപ്പയുടെ വളപ്രയോഗ രീതി. അപ്പോൾ കപ്പയെ സംബന്ധിച്ച തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് ചാക്കിൽ നമുക്ക് കപ്പ കൃഷി ചെയ്യാം. സ്ഥലമുള്ളവർക്ക് അങ്ങനെ കൃഷി ചെയ്യാം. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ കൃഷികൾ അത് വളർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന കാഴ്ച വളരെ ഇമ്പമേകുന്നതാണ്, കൗതുകമേകുന്നതാണ്, സന്തോഷം പകരുന്നതാണ്. ഒപ്പം വിഷരഹിതമായ ഭക്ഷ്യ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ളത് നമുക്ക് ഒരു സംതൃപ്തിയും ലഭിക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് നമ്മുടെ അധ്വാനം, അതായത് നമ്മുടെ വ്യായാമം നമുക്ക് വരുമാനമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നു. അപ്പം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇത്തരത്തിലുള്ള കൃഷി രീതികൾ, കൃഷി കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുമെന്നും ഇത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യപ്പെടുമെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് കാലഘട്ടത്തിൻ്റെ നമ്മുടെയൊക്കെ ആവശ്യമാണ്. അപ്പോഴാദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.